ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സിങ്ക്രണസ് ഡിറ്റക്ഷൻ ഓഫ് AM സിഗ്നൽ. So first option is needs additional system for generation of carrier, needs additional system for synchronization of carrier, then receiver is complex and costly, all of the above. So നമ്മൾ സിങ്ക്രണസ് AM ഡിറ്റക്ഷൻ്റെ മെത്തേഡ്സ് എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ 3 ഓപ്ഷൻസും കറക്റ്റാണ്. അഡീഷണൽ സിസ്റ്റം ഫോർ ജനറേഷൻ ഓഫ് കാരിയർ, ദെൻ നീഡ് അഡീഷണൽ സിസ്റ്റം ഫോർ സിങ്ക്രണൈസേഷൻ, അതുപോലെ തന്നെ റിസീവർ എന്ന് പറയുന്നത് കോംപ്ലെക്സ് കോസ്റ്റ്ലി. സോ ഓപ്ഷൻ ഈസ് ആൻസർ ഡി. That is, all the answers are correct. That is, disadvantages of using synchronous detection എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ all of the above ആണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറേഷൻ ഓഫ് SSBSC സിഗ്നൽ. സോ SSBSC സിഗ്നൽ ജനറേഷൻ മെത്തേഡ്സ് നമ്മൾ പഠിച്ചതാണ്. ഫേസ് ഡിസ്ക്രിമിനേഷൻ മെത്തേഡും ഫ്രീക്വൻസി ഡിസ്ക്രിമിനേഷൻ മെത്തേഡ്സും നമ്മൾ SSB ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സോ ആൻസർ ഈസ് ബോത്ത് A and B. Again answer is option D. So generation of SSB, single sideband modulation, that is phase discrimination method and frequency discrimination method. So next one is the limitations of frequency discrimination method. So cannot be used for video signal transmission. So then designing of band pass filter is very difficult, and both A and B. So option is option C, that is we cannot use it for video signals, frequency discrimination method, and designing of band pass filter is difficulty. That are the limitations of frequency discrimination method. Next is vestigial sideband signals that we already discussed. വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് സിഗ്നൽസ് നമ്മൾ വീഡിയോ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് VSB എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് ഡിറ്റക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സിങ്ക്രണസ് ഡിറ്റക്ഷൻ മെത്തേഡാണ്. സോ സിങ്ക്രണസ് ഡിറ്റക്ഷൻ ആണ് ഇന്നത്തെ ആൻസർ, ഓപ്ഷൻ ബി. ദാറ്റ് ഈസ് വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് സിഗ്നൽസ് ആർ ഡിറ്റക്റ്റഡ് ബൈ യൂസിങ് സിങ്ക്രണസ് ഡിറ്റക്ഷൻ. Next question is the function of frequency mixer in super heterodyne receiver is amplification, filtering, multiplication of incoming signal and the local generated carrier. സോ നമ്മൾ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പഠിച്ചതാണ്. സോ നമ്മളൊരു AM റിസീവർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, സോ അതിലെ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു RF ആംപ്ലിഫയർ ആണ്. സോ AM മോഡുലേറ്റഡ് വേവ് ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ റിസീവർ ഒരു RF ആംപ്ലിഫയർ സ്റ്റേജ് ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് സ്റ്റേജിലുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മിക്സർ സ്റ്റേജ്. സോ ആക്ച്വലി മിക്സർ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി കൺവേർട്ടിംഗ് സ്റ്റേജ് ആണ്. സോ അവിടെ ശരിക്കും ഒരു മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് നടക്കുന്നത്. അവിടെ മിക്സറിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ലോക്കൽ ഓസിലേറ്റർ സിഗ്നലാണ്. സോ നമ്മുടെ ഇൻകമിങ് സിഗ്നലിനെ നമ്മൾ ആ ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ അനുസരിച്ച് ഇവിടെ ഒരു ഫ്രീക്വൻസി കൺവേർഷൻ നടക്കുകയാണ്. ഒരു IF സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. AM-ൻ്റെ കേസിൽ അതൊരു 455 kHz ആണ് ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. FM-ൻ്റെ കേസിൽ നമുക്കറിയാം 10.7 MHz റേഞ്ചിലുള്ള ഫ്രീക്വൻസിയാണ്. സോ IF-ലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ IF ആംപ്ലിഫയർ, ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡിറ്റക്ടർ സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഡീമോഡുലേഷൻ ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫ്രീക്വൻസി കൺവേർഷൻ. സോ നമുക്കിതിനെ ഫ്രീക്വൻസി കൺവേർഷൻ എന്ന് പറയാം. ഇവിടെ ഡിറ്റക്ഷൻ, ദെൻ അത് ഓഡിയോ ആംപ്ലിഫയർ, ദെൻ ഔട്ട്പുട്ട്. സോ അങ്ങനെയാണ് ആ ഒരു സ്റ്റേജ് പോകുന്നത്. സോ ദിസ് ഈസ് ദ ഫ്രീക്വൻസി കൺവേർട്ടർ. സോ ദിസ് ഈസ് ആക്ച്വലി എ ഫ്രീക്വൻസി കൺവേർട്ടർ സ്റ്റേജ് ആണ്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രം ഓർമ്മയുണ്ടെങ്കിൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻകമിങ് സിഗ്നൽ വിത്ത് ദ ലോക്കലി ജനറേറ്റഡ് കാരിയർ, അതാണ് ഇവിടെ നടക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ്
frequency mixer. Then output അറിഞ്ഞിരിക്കണം, that is the intermediate frequency. So next question, in terms of signal frequency fs and intermediate frequency fi, the image frequency is given by image frequency equation നമ്മൾ പഠിച്ചതാണ് fs plus 2fi ആണ്. intermediate frequency fi അതുപോലെ തന്നെ ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസി എഫ് എസും തരുവാണെങ്കിൽ നമ്മൾ ഇമേജ് ഫ്രീക്വൻസി ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എഫ് എസ് പ്ലസ് 2fi ആണ് ഇതിൻ്റെ ആൻസർ. ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഫ് എസ് സിഗ്നൽ ഫ്രീക്വൻസി പ്ലസ് 2 times image frequency, intermediate frequency, that is the value of image frequency. This is fi is intermediate frequency. അപ്പോൾ AM റിസീവിൻ്റെ കേസിലേക്ക് ഇത് 455 kHz ആയിട്ടായിരിക്കും നമുക്ക് തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്, ഓപ്ഷൻ എ, the carrier frequency disappears when the modulation index is large. Then the amplitude of any sideband depends upon the modulation index. The total number of sidebands depends upon modulation index. And the carrier frequency cannot disappear. സോ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്രീക്വൻസി മോഡുലേറ്റിൻ്റെ വേവിൻ്റെ കേസിൽ അത് മോഡുലേഷൻ ഇൻഡെക്സുമായിട്ടൊരു ഡിപ്പെൻഡൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനകത്ത് എന്തിനാണ് ആ ഡിപ്പെൻഡൻസ് ഉള്ളതെന്ന് നമ്മൾ അതും പഠിച്ചതാണ്. സോ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എനി സൈഡ് ബാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ മോഡുലേഷൻ ഇൻഡെക്സ്. സോ സൈഡ് ബാൻഡ്സ് ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മോഡുലേഷൻ ഇൻഡെക്സിനെയാണ്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ വരരുത്. ടോട്ടൽ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ മോഡുലേഷൻ ഇൻഡെക്സ്. കരിയർ ഫ്രീക്വൻസി ഡിസപ്പിയേഴ്സ് വെൻ മോഡുലേഷൻ ഇൻഡെക്സ് ലാർജ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എനി സൈഡ് ബാൻഡ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോഡുലേഷൻ ഇൻഡെക്സ്. അതാണ് കറക്റ്റ് ആൻസർ. ദെൻ 28th question, an FM signal with the frequency deviation തന്നിട്ടുണ്ട് ഡെൽറ്റ is passed through a mixer and has its frequency reduced 5-fold. The deviation of the output of the mixer. So നമ്മളൊരു മിക്സറിലൂടെ നമ്മളൊരു ഡീവിയേഷനിലെ ഡെൽറ്റ സിഗ്നൽ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പറയുന്നു അതിൻ്റെ ഫ്രീക്വൻസി റിഡ്യൂസ്ഡ് 5-fold. ഫ്രീക്വൻസി റിഡ്യൂസ്ഡ് 5-fold എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഡീവിയേഷൻ ഇൻ ദ ഔട്ട്പുട്ട്. അപ്പം ഇവിടെ ഡെൽറ്റയ്ക്ക് ചേഞ്ച് വരത്തില്ലെന്ന് നമുക്കറിയാം. സോ ഇവിടെ എന്തെങ്കിലുമൊക്കെ റിഡ്യൂസ്ഡ് 5-fold 3-fold അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫ്രീക്വൻസി ഡീവിയേഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ മിക്സർ എന്ന് പറയുന്നത് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. ഇവിടെ ഡെൽറ്റ ആണെങ്കിൽ അത് ഡെൽറ്റ തന്നെ ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, that is delta. Then 29th question, a pre-emphasis circuit provides extra noise immunity by boosting the pass frequencies and amplifying the higher audio frequencies, pre-amplifying the whole audio band and converting the phase modulation to FM. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീ എംഫസിസ് ഡി എംഫസിസ് പ്രോസസ്സ് നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ ചെയ്യുന്നതാണ് ഈ പ്രീ എംഫസിസ് പ്രോസസ്സ്. ആൻഡ് ഡി എംഫസിസ് നമ്മൾ റിസീവർ സൈഡിലും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ പ്രീ എംഫസിസ് ആക്ച്വലി നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രീ എംഫസിസ് ചെയ്യുന്നത് നമ്മളൊരു ഹൈ പാസ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടാണത് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കറിയാം നമ്മുടെ FM മോഡുലേറ്ററിൻ്റെ അല്ലെങ്കിൽ FM മോഡുലേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ബൂസ്റ്റിംഗ് ഓഫ് ഹയർ ഫ്രീക്വൻസീസ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, ആംപ്ലിഫൈങ് ദ ഹയർ ഓഡിയോ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ ബൂസ്റ്റിംഗ് ദ ഹയർ ഓഡിയോ ഫ്രീക്വൻസീസ്. അതാണ് ഇതിനകത്തൊന്നും, അല്ലാതെ ബൂസ്റ്റിംഗ് ദ ബാസ് ഫ്രീക്വൻസീസ് ഒന്നുമല്ല, ആംപ്ലിഫൈങ് ദ ഹയർ ഓഡിയോ ഫ്രീക്വൻസീസ്. അപ്പം ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നമ്മുടെ FM മോഡുലേറ്റർ, സോ FM മോഡുലേറ്ററിൻ്റെ പ്രിസീഡിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു നമ്മളൊരു ഹൈ പാസ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളത് കണക്ട് ചെയ്യും. ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ശരിക്കും. സോ ദിസ് ഈസ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ.
modulating signal. So modulating signal this is known as the pre-emphasis circuit. So actually pre-emphasis circuit എന്ന് പറയുന്ന ഒരു ഹൈ പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡി എംഫസിസ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് റിസീവർ സൈഡിൽ ചെയ്യുന്നതാണ്. സോ ഇത് ബൂസ്റ്റിംഗ് ഓഫ് ഹയർ ഓഡിയോ ഫ്രീക്വൻസീസ് ആണ് പ്രീ എംഫസിസ് സർക്യൂട്ട് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് എക്സ്ട്രാ നോയ്സ് ഇമ്മ്യൂണിറ്റി, അതാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ റിസീവർ സൈഡിൽ നമ്മളൊരു ലോ പാസ് ഫിൽറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ഡി എംഫസിസ് ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So 30th question, when the modulating frequency is doubled, the modulation index is halved and the modulating voltage remains constant. The modulation system is. So ഇത് ഏത് ടൈപ്പ് മോഡുലേഷൻ ആണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഡബിൾ ചെയ്തു. സോ നമുക്ക് ഫ്രീക്വൻസിയാണ് ഇവിടെ ചേഞ്ച് ചെയ്തേക്കുന്നത്. മോഡുലേഷൻ ഇൻഡെക്സ് ഹാഫ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഡുലേഷൻ വോൾട്ടേജ് കോൺസ്റ്റൻറ്റുമാണ്, മോഡുലേറ്റിംഗ് വോൾട്ടേജ്. മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ചേഞ്ച് വരുത്തുന്ന പ്രോസസ്സിനെയാണ് ശരിക്കും നമ്മൾ, അതൊരിക്കലും ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫേസ് മോഡുലേഷൻ വരുത്തില്ല, അത് ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. സോ ആൻസർ ഈസ് 30. ആൻസർ ഈസ് സി ആണ്, ഫ്രീക്വൻസി മോഡുലേഷൻ. നെക്സ്റ്റ് 31, ഇൻഡിക്കേറ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എഫ് എം ഓവർ എ എം. സോ കമ്പാരിസൺ ഓഫ് എ എം ആൻഡ് എഫ് എം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് എമ്മും എ എമ്മും തമ്മിലുള്ള, അപ്പോൾ എഫ് എമ്മിന് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട് എ എം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒരു കോംപ്ലക്സിറ്റി, നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസിൻ്റെ ഒരു കോംപ്ലക്സിറ്റി, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ അത് വെച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിരുന്നു. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എഫ് എം ഓവർ എ എം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. Better noise immunity is provided. Which one of the following is not an advantage? Advantage അല്ലാത്തതാണ് പറഞ്ഞിരിക്കുന്നത്. Better noise immunity, അത് കറക്റ്റാണ്. Then lower bandwidth is required. എഫ് എമ്മിൻ്റെ കേസിൽ വൈഡർ ബാൻഡ് വിത്ത് ആണ്, എ എമ്മുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ് എഫ് എമ്മിന്. സോ ഈ ഒരു ആൻസർ കറക്റ്റ് അല്ല. ദെൻ നെക്സ്റ്റ് നോക്കാം. ദ ട്രാൻസ്മിറ്റഡ് പവർ ഈസ് യൂസ്ഫുൾ, അതും കറക്റ്റാണ്. ലെസ് മോഡുലേറ്റിംഗ് പവർ ഈസ് റിക്വയർഡ്, അതെല്ലാം കറക്റ്റാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലോവർ ബാൻഡ് വിഡ്ത്ത് ഈസ് റിക്വയർഡ്, അത് തെറ്റാണ്. എഫ് എമ്മിൻ്റെ കേസിൽ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. നമ്മളത് കാഴ്സൺസ് റൂൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഒക്കെ ഡിഫൈൻ ചെയ്തതാണ്. കാഴ്സൺസ് റൂൾ. എ എമ്മിൻ്റെ കേസിൽ 2 FM ആണ് എ എമ്മിൻ്റെ കേസിൽ. സോ ഇത് നമ്മൾ പഠിച്ചതാണ്. കാഴ്സൺസ് റൂൾ വെച്ചിട്ട് നമുക്ക് എഫ് എമ്മിൻ്റെ ബാൻഡ് വിഡ്ത്ത് മെഷർ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് എഫ് എമ്മിൻ്റെ കേസിൽ. ദെൻ 32nd question, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡയറക്റ്റ് വേ ഓഫ് ജനറേറ്റിംഗ് എഫ് എം. ദിസ് ഈസ് ഏതാണ് ഇൻഡയറക്റ്റ് വേ ഓഫ് ജനറേറ്റിംഗ് എഫ് എം എന്ന് പറയുന്നത്? ആംസ്ട്രോങ് മോഡുലേറ്റർ ആണ്. ഇത് നേരത്തെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. സോ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡയറക്റ്റ് വേ ഓഫ് ജനറേറ്റിംഗ് എഫ് എം എന്ന് പറയുന്നത് ഓപ്ഷൻ നോക്കുമ്പോഴേ നമുക്കറിയാം, ആംസ്ട്രോങ് മോഡുലേറ്റർ മെത്തേഡാണ് indirect way of generating FM. So next question, the standard value of IF in double conversion FM receiver. FM റിസീവറിൻ്റെ കേസിൽ ഈ 455 നമ്മൾ എ എം റിസീവറിൻ്റെ കേസിലാണ് IF-ൻ്റെ വാല്യൂ പഠിച്ചത്. എഫ് എമ്മിൻ്റെ കേസിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10.7 MHz ആണ്. So the standard value of IF in double conversion FM receiver is 10.7 MHz. Then question number 34, what is the maximum modulating frequency? Maximum modulating frequency allowed in commercial FM broadcasting. So ഈ വാല്യൂസ് പഠിച്ചു വെക്കുക. എഫ് എം ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കേസിലുള്ള വാല്യൂ 15 kHz ആണ് മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി 15 kHz ആണ്. അതേപോലെ തന്നെ വാട്ട് ഈസ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ? അപ്പോൾ ഈ ഓപ്ഷനകത്ത് ഈ 15ഉം 75ഉം കാണുമ്പോൾ സംശയം വരും. സോ വാട്ട് ഈസ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഈ അലൗഡ് ഇൻ കൊമേഴ്ഷ്യൽ എഫ് എം ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് 75 kHz ആണ്. സോ അത് നമ്മൾ തിരിഞ്ഞു പോരുത്. മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത് 75 kHz. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. ഡീവിയേഷനും മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ വാല്യൂ ആണ് ഇത് 15 kHz. സോ ഈ രണ്ട് ക്വസ്റ്റ്യനും കമ്പയർ ചെയ്ത് പഠിക്കുക.
Then next one, the range of modulating frequency for narrow band FM. നാരോ ബാൻഡ് എഫ് എമ്മിൻ്റെ കേസിൽ റേഞ്ച് നമുക്കറിയാം കമ്പാരിറ്റീവ്ലി ടു വൈഡ് ബാൻഡ് എഫ് എം അത് കുറവായിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 Hz to 3 kHz ആണ് നാരോ ബാൻഡ് എഫ് എമ്മിൻ്റെ കേസിൽ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ വാല്യൂ. നാരോ ബാൻഡ് എഫ് എം മീൻസ് ബാൻഡ് വിഡ്ത്ത് ഈസ് വെരി ലെസ്. സോ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ റേഞ്ച് കൊടുത്തിരിക്കുന്നത് 30 Hz to 3 kHz ആണ് ദ റേഞ്ച് ഓഫ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഫോർ നാരോ ബാൻഡ് എഫ് എം. ദെൻ VCO നമുക്കറിയാം വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആണ്. നമ്മൾ PL ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് VCO എന്നൊരു ബ്ലോക്ക് ഉണ്ട്, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിന് ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സോ അതിന് ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റ് എഫ് എം. ഡയറക്റ്റ് എഫ് എം മെത്തേഡിനകത്ത് നമ്മൾ റിയാക്റ്റൻസ് മോഡുലേറ്റർ മെത്തേഡും അതേപോലെ തന്നെ വരാക്ടർ ഡയോഡ് മെത്തേഡും പഠിച്ചതാണ്. വരാക്ടർ ഡയോഡ് അതും ഡയറക്റ്റ് എഫ് എം ജനറേഷനാണ്. അതേപോലെ തന്നെ VCO നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് എഫ് എം ജനറേഷൻ മെത്തേഡായിട്ട്. നമ്മൾ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റേഴ്സ് അല്ലെങ്കിൽ VCO നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അതും കൂടെ അതിൻ്റെ കൂടെ പഠിക്കണം. റിയാക്റ്റൻസ് മോഡുലേറ്റർ അല്ലെങ്കിൽ വരാക്ടർ ഡയോഡ് മോഡുലേറ്റർ, അതോടൊപ്പം നമുക്ക് VCOയും യൂസ് ചെയ്യാം ഡയറക്റ്റ് എഫ് എം ജനറേഷനായിട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർഡ് ബാൻഡ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ദ FM സിഗ്നൽ ടു. എന്തിനാണ് ഗാർഡ് ബാൻഡ്സ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ടു പ്രിവെൻറ്റ് ദ ഇൻ്റർഫറൻസ് ഫ്രം അഡ്ജസൻറ്റ് ചാനൽസ്. നോയ്സും അങ്ങനെ ഒന്നും കാര്യങ്ങളല്ല, ടു ഇൻക്രീസ് ദ നോയ്സ് അല്ല. ഗാർഡ് ബാൻഡ്സ് ഇൻ്റർഫറൻസ്, അഡ്ജസൻറ്റ് ചാനൽ ഇൻ്റർഫറൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗാർഡ് ബാൻഡ്സ് FM-നകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ A ആണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാരോ ബാൻഡ് FM ആസ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. നാരോ ബാൻഡ് FM-ൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ഈസ് വെരി സ്മോൾ, ബാൻഡ് വിഡ്ത്ത് ഈസ് വെരി സ്മോൾ. സോ രണ്ട് ആൻസറും ശരിയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി സ്മോൾ ആണ്, ബാൻഡ് വിഡ്ത്തും നാരോ ആണ്. സോ നമുക്ക് പറയാം ഓപ്ഷൻ C ആണ്, ബോത്ത് A ആൻഡ് B ആണ് കറക്റ്റ് ആൻസർ. ദെൻ വൈഡ് ബാൻഡ് FM-ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ നമ്മളത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. സോ 40th ക്വസ്റ്റ്യൻ ഈസ് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി കൂടുതലാണ്, ബാൻഡ് വിഡ്ത്ത് വൈഡ് ആണ്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. സോ കറക്റ്റ് ആൻസർ ഈസ് ബോത്ത് A ആൻഡ് B. സോ നാരോ ബാൻഡ് FM വൈഡ് ബാൻഡ് FM അതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി കുറവാണ് നാരോ ബാൻഡിനകത്ത്, എല്ലാം കുറവാണ്, ബാൻഡ് വിഡ്ത്ത് നാരോ ആണ്. സോ അത് വൈഡ് ബാൻഡിൻ്റെ കേസിൽ വരുമ്പോൾ കൂടുതലാണ്, ബാൻഡ് വിഡ്ത്തും ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റിയും കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഇൻ PCM. സോ PCM പൾസ് കോഡ് മോഡുലേഷൻ നമുക്കറിയാം. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആണ്, സാമ്പിളിംഗ് കഴിഞ്ഞിട്ട് കോണ്ടൈസിങ് ആണ്, കോണ്ടൈസിങ് കഴിഞ്ഞിട്ട് എൻകോഡിംഗ് ആണ്. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഇൻ ദ ട്രാൻസ്മിറ്റർ സൈഡ്. സോ സാമ്പിളിംഗ്, കോണ്ടൈസിങ് ആൻഡ് എൻകോഡിംഗ്. നമ്മൾ ലൈൻ കോഡിംഗ് ടെക്നിക്സ് ഒക്കെ പഠിച്ചതാണ്. നോൺ റിട്ടേൺ ടു സീറോ, റിട്ടേൺ ടു സീറോ, സോ മാഞ്ചസ്റ്റർ കോഡ്, അങ്ങനെ കുറേ ലൈൻ കോഡിംഗ് മെത്തേഡ്സ്, സാമ്പിളിംഗ് തിയറം, ഏലിയാസിങ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഇൻ PCM എന്ന് പറയുന്നത് സാമ്പിളിംഗ്, കോണ്ടൈസിങ് ആൻഡ് എൻകോഡിംഗ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് PCM. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് PCM-നുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയേഴ്സ് ലാർജ് ബാൻഡ് വിഡ്ത്ത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് PCM ഈസ് ഇറ്റ് റിക്വയേഴ്സ് ലാർജ് ബാൻഡ് വിഡ്ത്ത്. ദെൻ ഇൻ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ ദ മോഡുലേഷൻ ടെക്നിക് ദാറ്റ് യൂസസ് മിനിമം ബാൻഡ് വിഡ്ത്ത്. മിനിമം ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നത് ഇപ്പം ഡെൽറ്റ മോഡുലേഷൻ, അതുപോലെ തന്നെ PCM, DPCM, PM ഇത് തരുവാണെങ്കിൽ ഇതിനകത്ത് ഡെൽറ്റ മോഡുലേഷനാണ് മിനിമം ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഈ ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്. DPCM-ന് ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ്റെ സ്പെഷ്യൽ കേസാണ് ശരിക്കും ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബിറ്റ്, നമ്മൾ 1 ബിറ്റ് ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ എന്നും നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ട്രാൻസ്മിറ്റ് 1 ബിറ്റ് പെർ സാമ്പിൾ. 1 ബിറ്റ് പെർ സാമ്പിൾ ആയിട്ടാണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.
അതാണ് ഡെൽറ്റ മോഡുലേഷൻ. പിന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അതിനകത്ത് 2 ടൈപ്പ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. മെയിനായിട്ട് 2 ഡിസ്റ്റോർഷൻസ് നമുക്ക് പറയാം. സ്ലോപ്പ് ഓവർ ഡിസ്റ്റോർഷൻ, അതിൻ്റെ സ്റ്റെപ്പ് സൈസ് വെച്ചിട്ടാണ് ഈ ഡിസ്റ്റോർഷൻസ് പറയുന്നത്. ദെൻ ഗ്രാനുലാർ നോയ്സ്, അതും രണ്ടും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഡെൽറ്റ മോഡുലേഷൻ്റെ. സോ മിനിമം ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ മോഡുലേഷനാണ് ആൻസർ. ദെൻ 44 ക്വാണ്ടൈസിങ് നോയ്സ് ഒക്കേഴ്സ് ഇൻ TDM, FDM, PCM ആൻഡ് PWM പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം ക്വാണ്ടൈസേഷൻ നോയ്സ് പൾസ് കോഡ് മോഡുലേഷൻ്റെ കേസിലാണത് ഡീൽ ചെയ്യുന്നത്. സോ ആൻസർ ഈസ് സി. ദെൻ ട്രാൻസിറ്റ് ടൈം നോയ്സ്, നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നോയ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോയ്സിനകത്ത് വരുന്നതാണ് ട്രാൻസിറ്റ് ടൈം നോയ്സ് എന്ന് പറയുന്ന ഒരു ഹൈ ഫ്രീക്വൻസി നോയ്സ് ആണ്. ദെൻ ഷോർട്ട് നോയ്സ്, തെർമൽ നോയ്സ്, ഇങ്ങനെ കുറേ നോയ്സസ് ഉണ്ട്. ദെൻ ഇതിനകത്ത് വൈറ്റ് നോയ്സ്. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസിറ്റ് ടൈം നോയ്സ് എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം ദാറ്റ് ഈസ് എ ഹൈ ഫ്രീക്വൻസി നോയ്സ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി നോയ്സ് ആണ് ട്രാൻസിറ്റ് ടൈം നോയ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻ സിംഗിൾ മോഡ് ഫൈബേഴ്സ് വിച്ച് ഈസ് ദ മോസ്റ്റ് ബെനിഫിഷ്യൽ ഇൻഡെക്സ് പ്രൊഫൈൽ. ഇൻഡെക്സ് ഉദ്ദേശിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ സിംഗിൾ മോഡ് ഫൈബറിനകത്ത് മോസ്റ്റ് ബെനിഫിഷ്യൽ ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഏതാണ്? ഫൈബറിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്പ് ഇൻഡെക്സ്, ഗ്രേഡഡ് ഇൻഡെക്സ്, സ്റ്റെപ്പ് ഇൻഡെക്സ് ആൻഡ് സിംഗിൾ മോഡ് ആൻഡ് മൾട്ടി മോഡ് ഫൈബേഴ്സ്. സോ നമ്മുടെ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് സിംഗിൾ വേയിലായിരിക്കും സിംഗിൾ മോഡിനകത്ത്. മൾട്ടി മോഡ് മീൻസ് മോർ ദാൻ 1 റേ ഓഫ് ലൈറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്. സോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ സിംഗിൾ മോഡ് ഫൈബേഴ്സ് വിച്ച് ഈസ് ദ മോസ്റ്റ് ബെനിഫിഷ്യൽ ഇൻഡെക്സ് പ്രൊഫൈൽ. ബെനിഫിഷ്യൽ ഇൻഡെക്സ് പ്രൊഫൈൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിനാണെന്നാണ്. സോ ആൻസർ ഗ്രേഡഡ് ഇൻഡെക്സ് ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മോസ്റ്റ് ബെനിഫിഷ്യൽ ഇൻഡെക്സ് പ്രൊഫൈൽ. ദെൻ എ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ. ക്ലൈസ്ട്രോൺ നമുക്ക് പഠിക്കാനുണ്ട്, അടുത്തൊരു ലെക്ചറിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലൈസ്ട്രോൺ. ദെൻ മാഗ്നെട്രോൺ ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ എന്ന് പറയുന്നത് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ആണ്, ലോ ബാൻഡ് വിഡ്ത്ത്. സോ ലോ ബാൻഡ് വിഡ്ത്ത് ആണ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ പീക്ക് ട്രാൻസ്മിറ്റഡ് പവർ ഇൻ എ റഡാർ സിസ്റ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 16, the maximum range will be increased by. സോ നമുക്ക് റഡാർ റേഞ്ച് ഇക്വേഷൻ അത് പഠിച്ചു വെക്കണം. R is equal to മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് PT ഇൻറ്റു A0 സ്ക്വയർ S ബൈ 4 ലാംഡ സ്ക്വയർ P മിനിമം ദ ഓൾ റേസ് ടു 1/4. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ പീക്ക് ട്രാൻസ്മിറ്റഡ്, PT എന്ന് പറയുന്നതാണ് PT is the transmitted power, peak transmitted പവറിൻ്റെ പീക്ക് വാല്യൂ ആണ് PT എന്ന് പറയുന്നത്. ദെൻ A0 എന്ന് പറയുന്നത് ക്യാപ്ചർ ഏരിയ ആണ്. അതുപോലെ തന്നെ S എന്ന് പറയുന്നത് എഫക്റ്റീവ് ഏരിയ. ലാംഡ വേവ് ലെങ്ത് ആണ്. P മിനിമം എന്ന് പറയുന്നത് മിനിമം റിസീവബിൾ പവർ ഓഫ് ദ റിസീവർ. മിനിമം റിസീവബിൾ പവർ ഓഫ് ദ റിസീവർ. സോ ഈ ഓരോ ടേംസും അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് റേഞ്ചുമായിട്ടത് ഡിപ്പെൻഡൻ്റ് ആവുന്നതെന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കണം. PT എങ്ങനെയാണ് റേഞ്ചുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാപ്ചർ ഏരിയ സ്ക്വയർ ആയിട്ടാണ് R ഈസ് പ്രൊപ്പോർഷണൽ ടു A0 സ്ക്വയർ ഓൾ റേസ് ടു 1/4 ഉണ്ട്. സോ ആ രീതിയിൽ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്മിറ്റഡ് പവർ 16 ടൈംസ് ആവുകയാണെങ്കിൽ ഇപ്പോൾ 16 റേസ് ടു 1/4 ദ ആൻസർ വിൽ ബി 4. സോ ഇതാണ് ഇവിടുത്തെ കേസിലെ ആൻസർ എന്ന് പറയുന്നത്. സോ ആ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്കത് അതിൻ്റെ ആൻസർ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. സോ PT A0 സ്ക്വയർ S ബൈ 4 ഓരോന്നും തമ്മിലുള്ള ആറുമായിട്ടുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം.
Then next question is, if the antenna diameter in a radar system is increased by a factor of 4, the maximum range will be decreased by a factor of. സോ നമ്മുടെ ഡയമീറ്റർ ഇവിടെ നമ്മൾ ഏരിയ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഏരിയയുടെ സ്ക്വയർ ആയിട്ടാണ്, A0 ക്യാപ്ചർ ഏരിയയുടെ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഡയമീറ്റർ വരുമ്പോൾ ഡയമീറ്ററിൻ്റെ ടേംസിൽ പറയുവാണെങ്കിൽ നമ്മളത് എത്ര ഫാക്ടറാണോ അത് ഇൻക്രീസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തേക്കുന്നത്, ആ വാല്യൂ തന്നെ ആയിരിക്കും ഇവിടുത്തെ റേഞ്ചിൻ്റെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ സോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 4 ആയിരിക്കും. ഇപ്പോൾ 2 ടൈംസ് ആണെങ്കിൽ 2 ടൈംസ്. ഏരിയ ആയിട്ടാണ് സ്ക്വയർ ഓൾ റേസ് ടു 1/4 റിലേഷൻ വരുന്നത്. അപ്പോൾ ഏരിയ ആണ് A0 സ്ക്വയർ ഓൾ റേസ് ടു 1/4. ഇത് നമ്മൾ ഡയമീറ്ററിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ അത് ആ എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടർ, ആ ഫാക്ടർ തന്നെ ആയിരിക്കും നമ്മുടെ റേഞ്ചിൻ്റെ ഇൻക്രീസ്ഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 4 മീൻസ് the range will also be increased by a factor of 4. So next question, the biggest disadvantage of continuous wave Doppler radar. Doppler radar നമ്മൾ ഡോപ്ലർ എഫക്റ്റ്, ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ഒരു ഫ്രീക്വൻസി മെഷർമെൻറ്റ് ചെയ്യുന്നതാണ് ശരിക്കും ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോപ്ലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതാണ്. സോ കണ്ടിന്യൂസ് വേവ് ഡോപ്ലർ റഡാർ നമ്മളിത് മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ശരിക്കും വെലോസിറ്റി മെഷർ ചെയ്യാനാണ് ഇത് കണ്ടിന്യൂസ് വേവ് ഡോപ്ലർ റഡാർ യൂസ് ചെയ്യുന്നത്. നമുക്ക് റേഞ്ച് മെഷർ ചെയ്യാൻ പറ്റത്തില്ല, അത് തന്നെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇറ്റ് ഡസ് നോട്ട് ഗീവ് ദ ടാർഗറ്റ് റേഞ്ച്. സോ റേഞ്ച് മെഷർ ചെയ്യാൻ പറ്റാത്തതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. നമുക്ക് വെലോസിറ്റി മെഷർ ചെയ്യാം, പക്ഷേ റേഞ്ച് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഹാസ്, അതിൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ഡയമീറ്റർ എങ്ങനെയാണ്, ന്യൂമറിക്കൽ അപ്പർച്ചർ എങ്ങനെയാണ്. സോ ഒരു മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ കേസിൽ അതിൻ്റെ കോർ ഡയമീറ്റർ കൂടുതലായിരിക്കും, ന്യൂമറിക്കൽ അപ്പർച്ചറും കൂടുതലായിരിക്കും. ഈ ഡയമീറ്റർ എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് പറയുന്നത് 100 to 300 മൈക്രോമീറ്റർ ആണ്. ഡയമീറ്ററിൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ. നമ്മൾ ഈ ന്യൂമറിക്കൽ അപ്പർച്ചർ അതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ന്യൂമറിക്കൽ അപ്പർച്ചർ ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ സ്ക്വയർ മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ക്വയർ ഓഫ് ക്ലാഡിംഗ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് നമ്മൾ പറയും ആംഗിളിൻ്റെ ടേംസിൽ, സൈൻ തീറ്റ. സോ റൂട്ട് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ക്വയർ ഓഫ് കോർ മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ക്വയർ ഓഫ് ക്ലാഡിംഗ്, അതാണ് ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ഫോർമുല. സോ ഇത് രണ്ടും കൂടുതലായിരിക്കും മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കേസിൽ. സോ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് ഈസ് ദ സിംഗിൾ മോഡ് ഫൈബർ അലൗ സിംഗിൾ മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ. ദ ക്ലാഡിംഗ് ഡയമീറ്റർ മസ്റ്റ് ബി. സോ ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ പറയുന്നത് 10 times ദ കോർ ഡയമീറ്റർ ആയിരിക്കണം. അതാണ് സിംഗിൾ മോഡ് ഫൈബറിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫോർ എൻ LTE സിസ്റ്റം ടു ബി സ്റ്റേബിൾ. നമ്മൾ പഠിച്ചാണ് LTE സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് H(t), ദ സ്ക്വയർ ഓഫ് സം ഓഫ് ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിൽ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -infinity to infinity mod ഓഫ് H(n) ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ലെസ് ദാൻ ഇൻഫിനിറ്റി മീൻസ് അത് ഫൈനൈറ്റ് ആയിരിക്കണം. സോ അതാണ് ആൻസർ. LTE സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണിത്. അത് കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ ഇൻ്റഗ്രൽ മോഡ് ഓഫ് H(t) dt. സോ എനിവേ അതിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കണം. സോ ആ കിട്ടുന്ന വാല്യൂ ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്കത് ആ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. സോ ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.